നമസ്കാരം, നെളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൊപ്പം മണ്ണേങ്ങോട് അതിർത്തി തർക്കത്തെ തുടർന്ന് അച്ഛനും മകനും വെട്ടേറ്റു. മണ്ണേങ്ങോട് തേറുമാലിൽ ചാമി മകൻ വൈശാഖ് എന്നിവർക്കാണ് വെട്ടേറ്റത്. ഇവരെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അയൽവാസിയായ വിനോദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊപ്പം മണ്ണേങ്കോട് അതിർത്തി തർക്കത്തെ തുടർന്ന് അച്ഛനും മകനും വെട്ടേറ്റു. മണ്ണേങ്കോട് തേറുമാറിൽ ചാമി മകൻ വൈശാഖ് എന്നിവർക്കാണ് വെട്ടേറ്റത്. ഇവരെ പരിക്കുകളോടെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സമീപവാസിയും ബന്ധുവുമായ വിനോദാണ് വെട്ടുകത്തി ഉപയോഗിച്ച് ഇരുവരെയും വെട്ടിയെന്നാണ് പരാതി. ശനിയാഴ്ച രാവിലെയായിരുന്നു സംഭവം. ഇതുമായി ബന്ധപ്പെട്ട് കൊപ്പം പോലീസ് അന്വേഷണം ആരംഭിച്ചു. പട്ടാമ്പി ഓർച്ചാർഡിന്റെ നവീകരണത്തിന് ഭരണാനുമതി ലഭിച്ചതായി മുഹമ്മദ് മോഹസിൻ MLA അറിയിച്ചു. ഓർച്ചാർഡ് കേന്ദ്രീകരിച്ച് ഫാം ടൂറിസം പദ്ധതിയും നടപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ജില്ലയിലെ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും മെച്ചപ്പെട്ട വിത്തുകൾക്കും നടീൽ വസ്തുക്കൾക്കുമായി സമീപിച്ചിരുന്ന സ്ഥാപനമായിരുന്നു 60കളിൽ സ്ഥാപിതമായ പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡ്. കാർഷിക വകുപ്പിന് കീഴിലുള്ള ഈ സ്ഥാപനം വിവിധങ്ങളായ കാരണങ്ങളാൽ അവഗണിക്കപ്പെടുകയായിരുന്നു. ഈ സ്ഥാപനത്തെ പഴയ പ്രശസ്തിയിലേക്ക് ഉയർത്തുകയും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് സ്ഥാപനത്തെ പാലക്കാട് ജില്ലയിൽ മാത്രമല്ല സമീപ ജില്ലയിലുമുള്ള കർഷകർക്ക് മെച്ചപ്പെട്ട വിത്തിനങ്ങൾക്കും നടീൽ വസ്തുക്കൾക്കും ആശ്രയിക്കാൻ കഴിയുക എന്നുള്ള ബൃഹത് പദ്ധതിക്കാണ് മോഹസിൻ MLAയുടെ നേതൃത്വത്തിൽ രൂപം നൽകിയിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായാണ് 2024-25 സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡ് നവീകരിക്കാൻ തുക വകയിരുത്തിയിരിക്കുന്നത്. ഈ പദ്ധതിക്കാണ് ഭരണാനുമതി ലഭിച്ചിരിക്കുന്നത്. 5 കോടി രൂപയുടെ പദ്ധതിക്കാണ് ഭരണാനുമതി ലഭിച്ചിട്ടുള്ളത്. സംസ്ഥാന ബജറ്റിൽ പദ്ധതിക്കായി 20% തുക അനുവദിച്ചിരുന്നു. കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് പദ്ധതിയുടെ ചുമതല നൽകിയിട്ടുള്ളതെന്നും മുഹമ്മദ് മോഹസിൻ MLA പറഞ്ഞു. കാർഷിക മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി 2024-25 ബഡ്ജറ്റിൽ നമ്മുടെ ഗവൺമെന്റ് പ്രഖ്യാപിച്ച പ്രധാനപ്പെട്ട പദ്ധതിയാണ് പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡിന്റെ സമഗ്ര നവീകരണം. അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം 5 കോടിയാണ് അനുവദിച്ചത്. 20% ബഡ്ജറ്റിൽ വകയിരുത്തിയിരുന്നത്. എന്നാൽ അത് വളരെ വിശദമായി അവിടെ കൃഷി വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം MLAയും ചേർന്നുകൊണ്ട് വിശദമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അത് ഗവൺമെന്റിലേക്ക് കൊടുത്ത് ഇപ്പൊ അതിന് അംഗീകാരം കിട്ടി. ഏറ്റവും സന്തോഷമുള്ള വാർത്ത 5 കോടി രൂപയ്ക്ക് ഭരണാനുമതിയായി എന്നുള്ളതാണ്. സെൻട്രൽ ഓർച്ചാർഡ് കൃഷി വകുപ്പിന്റെ കീഴിലുള്ള ഒരു ഫാമാണ്. വളരെ കാലമായി ശോചനീയാവസ്ഥയിലായിരുന്നു. അത് ഏറ്റവും മികച്ച രീതിയിൽ നവീകരിക്കുക മാത്രമല്ല ഫാം ടൂറിസം സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കാൻ പോകുന്നത്. പട്ടാമ്പിയിൽ ഇപ്പൊ നമ്മളൊരു പാർക്ക് നിർമ്മാണം പൂർത്തീകരിക്കുകയാണ്. അതിന്റെ പുറമെ പട്ടാമ്പിയിലെ ജനങ്ങൾക്ക് കൃഷിയെ അടുത്തറിയാനും അതോടൊപ്പം ഫാം എന്നുള്ള നിലക്ക് വന്ന് കാണാനും കഴിയുന്ന രീതിയിൽ പിന്നെ ഒരു പൊതു ഇടം എന്നുള്ള നിലക്ക് വന്നിരിക്കാനൊക്കെ കഴിയുന്ന രീതിയിൽ മനോഹരമായിട്ടുള്ളൊരു ഫാം ആക്കി ഇത് മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ 5 കോടി രൂപ അനുവദിച്ചിട്ടുള്ളത്. അതിന്റെ ഭരണാനുമതി ലഭിച്ചു എന്ന ഏറ്റവും വലിയ സന്തോഷ വാർത്തയാണ് ഇപ്പോൾ അറിയിക്കുന്നത്. നൂതന കാർഷിക രീതികൾ കൃഷിക്കാരിൽ എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെ ഫാം സ്കൂൾ പദ്ധതിയും കാർഷിക രംഗത്തെ ടൂറിസവുമായി ബന്ധപ്പെടുത്തി ആവിഷ്കരിക്കുന്ന ഫാം ടൂറിസം പദ്ധതിയും ഇതിന്റെ ഭാഗമായി തന്നെ ഓർച്ചാർഡിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതായി മുഹമ്മദ് മോഹസിൻ MLA അറിയിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏപ്രിൽ 1 മുതൽ അടുത്ത 6 മാസത്തേക്കുള്ള മേൽശാന്തിയായി മലപ്പുറം മുതൂർ കൗപ്രമാറത്ത് മനയിൽ KM അച്യുതൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. ശനിയാഴ്ച ഉച്ചപൂജയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി PC ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ നടത്തിയ നറുക്കെടുപ്പിലാണ് KM അച്യുതൻ നമ്പൂതിരിക്ക് ശ്രീ ഗുരുവായൂരപ്പന്റെ മേൽശാന്തിയാകാനുള്ള നിയോഗം ലഭിച്ചത്. ഉച്ചപൂജ നിർവഹിച്ച മേൽശാന്തി പുതുമന ശ്രീജിത്ത് നമ്പൂതിരിയാണ് നമസ്കാര മണ്ഡപത്തിൽ വെച്ച് വെള്ളിക്കുടത്തിൽ നിന്നും നറുക്കെടുത്തത്. മേൽശാന്തി തെരഞ്ഞെടുപ്പിൽ ക്ഷേത്രം തന്ത്രി PC ദിനേശൻ നമ്പൂതിരിപ്പാട് കൂടിക്കാഴ്ചയ്ക്കായി ക്ഷണിച്ച 51 പേരിൽ 44 പേർ ഹാജരായി. ഇവരിൽ നിന്നും യോഗ്യത നേടിയ 38 പേരുകൾ എഴുതി വെള്ളിക്കുടത്തിൽ നിക്ഷേപിച്ച ശേഷമാണ് നറുക്കിട്ടത്. തെരഞ്ഞെടുക്കപ്പെടുന്ന മേൽശാന്തി ക്ഷേത്രത്തിലെ ഭജനത്തിനു ശേഷം മാർച്ച് 31 അടയാള ചിഹ്നമായ താക്കോൽക്കൂട്ടം ഏറ്റുവാങ്ങി പുറപ്പെടാ ശാന്തിയായി ചുമതലയേൽക്കും. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗങ്ങളായ ബ്രഹ്മശ്രീ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, C മനോജ്, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. രക്താർബുദം ബാധിച്ച +2 വിദ്യാർത്ഥി ദിൽ രഹാനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ സുമനസ്സുകൾ കനിയണം. നാട്ടുകാർ ചേർന്ന് ചികിത്സാ സഹായ സമിതിക്ക് രൂപം നൽകി.
മുതുവട്ടൂർ സ്വദേശി അത്തിക്കോട്ട് ദിഷീബിന്റെ മകനും ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ +2 വിദ്യാർത്ഥിയുമായ ദിൽറഹാൻ കഴിഞ്ഞ 6 വർഷമായി രക്താർബുദം ബാധിച്ച തിരുവനന്തപുരം RCCയിൽ ചികിത്സയിലാണ്. ഇപ്പോൾ രോഗാവസ്ഥ മൂർച്ഛിച്ചതിനെ തുടർന്ന് എറണാകുളം അമൃത ആശുപത്രിയിൽ കാർഡ് തെറാപ്പി ചികിത്സ അനിവാര്യമാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇതിനായി 43 ലക്ഷം രൂപ ചിലവ് വരും. ഭാരിച്ച ചികിത്സാ ചെലവ് വഹിക്കാൻ ഓട്ടോ ഡ്രൈവറായ ദിഷീബിന്റെ കുടുംബത്തിന് കഴിയില്ല. എത്രയും പെട്ടെന്ന് കാർഡ് തെറാപ്പി ചെയ്യുവാനാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. നിലവിൽ ആഴ്ചയിലൊരിക്കൽ RCCയിലെത്തി ഇഞ്ചക്ഷൻ നൽകുന്നതിന് തന്നെ വലിയ ചിലവ് വരുന്നുണ്ട്. കരകൗശല നിർമ്മാണത്തിലും ചെണ്ടമേളത്തിലും മിടുക്കനായ ദിൽറഹാന്റെ ദയനീയ അവസ്ഥയിൽ പകച്ചു നിൽക്കുകയാണ് കുടുംബം. നമ്മള് RCCയിലാണ്. 6 വർഷമായിട്ട് ട്രീറ്റ്മെന്റ് ഉണ്ട്. 3 ടൈമായിട്ട് അവന് റിപ്പീറ്റ് അസുഖം തിരിച്ചു വന്നു. 3 ടൈമിൽ. പിന്നെയാണ് അവര് ഈ അമൃത ഹോസ്പിറ്റലിന്റെ സജഷൻ ആക്കിയത് ഈ കാർട്ടി എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റിലേക്ക് റെഫർ ചെയ്തത്. അതിന് 43 ലക്ഷം രൂപയുടെ ചെലവാണ് വരുന്നത്. അവന് കണ്ണെന്ന് പറഞ്ഞാൽ അവൻ്റെ കണ്ണിന്റെ കാഴ്ച പെട്ടെന്ന് നഷ്ടപ്പെടും. കണ്ണ് മാറുന്നില്ല, പിന്നെ പനി വരും, ഇപ്പോൾ ശരീരം വേദന വന്നു പറയും. ഇപ്പൊ ഈ അസുഖം 2-3 ടൈമിൽ വന്നപ്പോ അസുഖം അന്ന് കണ്ണിന് മാത്രം പ്രശ്നം. കണ്ണിന്റെ കാഴ്ചകൾ 2ആയിട്ട് കാണും നമ്മളെ. പിന്നെ കണ്ണ് മങ്ങി വരിക, കാഴ്ച അല്ലാണ്ടുള്ള വരും. എവിടെ പഠിക്കുന്ന? ചാവക്കാട് ഗവൺമെന്റ് സ്കൂളിൽ. ക്ലാസ്സിൽ പോക്ക് ഉണ്ടോ? ക്ലാസ്സിൽ പോയായിരുന്നു. അപ്പൊ പരീക്ഷ എഴുതുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എഴുതിയില്ല, പ്രാവശ്യം പരീക്ഷ എഴുതുന്നുണ്ട്. ഇവരെ സഹായിക്കാൻ വേണ്ടിയാണ് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ചെയർമാനായും പ്രതിപക്ഷ നേതാവ് KV സത്തർ കൺവീനറായും കൌൺസിലർ അക്ബർ കോനോത്ത് ട്രഷററായും ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചത്. ഇതിനായി ഗുരുവായൂർ ധനലക്ഷ്മി ബാങ്കിൽ അക്കൗണ്ടും GPay സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. കനിവ് വറ്റാത്തവർ ഈ വിദ്യാർത്ഥിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബവും ചികിത്സാ സഹായ സമിതിയും. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ പട്ടാമ്പി ബ്ലോക്ക് തല ഉദ്ഘാടനം BRCയിൽ നടന്നു. മുഹമ്മദ് മോസിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ പട്ടാമ്പി ബ്ലോക്ക് തല ഉദ്ഘാടനമാണ് പട്ടാമ്പി BRC ഹാളിൽ വെച്ച് നടത്തിയത്. മുഹമ്മദ് മോസിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. അനുസരിച്ച് എങ്ങനെയൊക്കെയാണ് ആ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത് നമ്മൾ സീരിയസ് ആയിട്ട് ആലോചിക്കണം. ഈ ഗുണമേന്മ ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത് വെറുതെ ഒരു ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിൽക്കണ്ട. ഇത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. നമ്മുടെ കുട്ടികൾ അവരുടെ ബിഹേവിയറിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്, അവരുടെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്, വളരെ ഇമ്പൾസീവ് ആവുന്നുണ്ട്. ആ ഇമ്പൾസീവ് ആവുന്നത് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലേക്കുള്ള വാർത്തകൾ വരുന്നു. മയക്കുമരുന്ന് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കുട്ടികൾ പോകുന്നു. ഇതൊക്കെ വളരെ അപകടകരമായിട്ടുള്ള ഒരു അടുത്ത തലമുറ വളരെ അപകടത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത. ആ സാധ്യതയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ അവർ ഏറ്റവും കൂടുതൽ അവരുടെ ക്വാളിറ്റി സമയം ചെലവഴിക്കുന്ന വിദ്യാലയങ്ങളിലാണ് അതിന് കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാനുള്ള ഒരു പ്രവർത്തനമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാ അധ്യാപകരും, എല്ലാ പ്രധാനാധ്യാപകരും ഇതിനോട് സഹകരിക്കുകയും ഈ ഗൗരവം എല്ലാ സ്കൂളിലുള്ള അധ്യാപകരെയും പറഞ്ഞ് മനസ്സിലാക്കുകയും അവരെ ഇതിന്റെ ഭാഗമാക്കുകയും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റു കാര്യങ്ങൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഒരു കാര്യം നിങ്ങളോട് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പട്ടാമ്പി മണ്ഡലത്തിലെ കുട്ടികളുടെ മാനസിക ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതി, മാനസമിത്ര പദ്ധതി നടപ്പിലാക്കാൻ ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലുമാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. സ്കൂൾ കേരള മുഖാന്തരം ട്രെയിൻ ദ ട്രെയിനേഴ്സ് പ്രോഗ്രാം അധ്യാപകർക്കും ഒക്കെ പരിശീലനം നൽകാനുള്ള ഒരു പദ്ധതിക്ക് അംഗീകാരം കിട്ടിയിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത ഞാൻ അറിയിക്കുകയാണ്. അത് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല അധ്യാപകരുടെയും മാനസികാരോഗ്യം സംരക്ഷിക്കാൻ പറ്റുന്ന രീതിയിലാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ അധ്യക്ഷയായിരുന്നു. പട്ടാമ്പി AEO RP ബാബുരാജൻ, ഡയറ്റ് ഫാക്കൽറ്റി ഡോക്ടർ ഷഹീദ് അലി, PS ഷാജി, ഷൈമ ഉണ്ണികൃഷ്ണൻ, പ്രദീപ്, PP മനോജ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.